മിസ്റ്റർ മിസ്സിസ് ബാച്ചിലർ ദീപു കർണാനാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. എനിക്ക് പുള്ളിയോട് വലിയ ലവ് ഇല്ലാത്ത കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളി കുറെ സിനിമകൾ എടുത്തിട്ടുണ്ട്. പക്ഷെ ഒന്നും നമുക്ക് ഫുള്ളി ഒരു സന്തോഷം തരുന്ന ഒരു പരിപാടികളൊന്നും പുള്ളി ചെയ്യത്തില്ല. നല്ല തീമൊക്കെ കൊണ്ടുവരും, കുറെ നേരം നല്ല രീതിയിൽ പടമൊക്കെ കൊണ്ടുവന്ന ശേഷം അവസാനം കൈവിട്ടു പോകും. ആ രീതിയിലാണ് എവിടെയെങ്കിലും വെച്ച് സിനിമ കൈവിട്ടു പോകുന്ന രീതിയിലാണ് പുള്ളിയുടെ പല സിനിമകളും എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ക്രേസി ഗോപാലാണ്. ഔട്ട്സ്റ്റാൻഡിങ് കോമഡി ആയിരുന്നു. ദിലീപ് സലീം കുമാർ കോംബോയും ദിലീപ് ജഗതി കോമ്പിനേഷനിലും ഒക്കെ വന്ന കുറെ കോമഡി സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ സിനിമയിലും സലീം കുമാർ മരിച്ചു പോയി കഴിഞ്ഞാൽ സിനിമ കഴിഞ്ഞു പോകും. പിന്നെ ജഗതിയൊക്കെ വന്ന ശേഷം കുറച്ച് കോമഡികൾ വർക്കൗട്ട് ആയെങ്കിലും സിനിമ ടോട്ടലി കഴിഞ്ഞു പോകും. പക്ഷെ പിന്നെ ഫയർമാൻ ഓക്കെ ആയിരുന്നു. പിന്നെ തേജാവാടേയും കാര്യങ്ങളൊന്നും സക്സസിന്റെ ഒക്കെ അവസ്ഥ അറിയാമല്ലോ. പക്ഷെ ഈ സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കും പുള്ളി ഒരു ഫ്രഷ് സാധനമാണ് പിടിച്ചിരിക്കുന്നത്. അതായത് വളരെ യാദൃശ്യമായി കണ്ടുകൊണ്ടുന്ന ഒരാണും പെണ്ണും. ഇതിനകത്ത് വേറെ ആരും ഡിസ്കസ് ചെയ്തിട്ടില്ലല്ലോ ഇത്തരത്തിലുള്ള കഥകളൊന്നും തന്നെ. അത്ര ഫ്രഷാണ്. അപ്പം ഇതിലൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആണ് ഇച്ചിരി പ്രായമുള്ള ആളും പെണ്ണ് തീരെ പ്രായം കുറഞ്ഞ ആളും. അപ്പൊ ഇവരുടെ ലൈഫിലുള്ള ഒരു ദിവസം, അതായത് ഒരു നൈറ്റ് ജേണിയാണ് സിനിമ കാണിക്കുന്നത്. ആ സമയത്ത് ഇവരുടെ ലൈഫിലുണ്ടാകുന്ന കുറച്ച് സംഭവങ്ങൾ, ഇവരുടെ ലൈഫിലേക്ക് വരുന്ന കുറച്ച് ആളുകൾ, അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഉള്ള ഒരു 2 hours മൂവിയാണ് മിസ്റ്റർ മിസ്സിസ് ബാച്ചിലർ. ഇന്ദ്രജിത്താണ് പ്രധാന കഥാപാത്രമായിട്ട് വരുന്നത്. ഇന്ദ്രജിത്തിന്റെ അവസ്ഥ അറിയാലോ. ഈ അടുത്തിടയ്ക്ക് പുള്ളി ഒരു നല്ല റോൾ പോലും ചെയ്തിട്ടില്ല. എക്സെപ്റ്റ് എമ്പുരാൻ മാറ്റി വെക്കാം. അല്ലാതെ ഒരു സിനിമയും പുള്ളി നല്ലൊരു കഥാപാത്രമായിട്ട് വന്നിട്ടില്ല. പുള്ളിനെ കുറ്റം പറയാൻ പറ്റത്തില്ല. പുള്ളിക്കും ഇപ്പം സിനിമയിൽ ഇപ്പോൾ വലിയ സ്പേസും കാര്യങ്ങളൊന്നുമില്ല. കിട്ടുന്ന സിനിമകൾ ചെയ്തു പോവുക, കിട്ടുന്നതിൽ ഭേദമായിട്ടുള്ള കഥാപാത്രങ്ങളെ സെലക്ട് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും കുറച്ചും കൂടി നല്ല കഥാപാത്രങ്ങളെ പുള്ളി സെലക്ട് ചെയ്യണമെന്നൊരു ആഗ്രഹം ആസ് എ പ്രേക്ഷകൻ എനിക്കുണ്ട്. കാര്യം പുള്ളി ഒരു നല്ല ആക്ടറാണ്. പുള്ളി ഒത്തിരി നല്ല നല്ല കഥാപാത്രങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ പുള്ളി ഒരു സിംഗിൾ ഹീറോ ഹിറ്റില്ല. ഒരു ഇൻഡിവിജ്വൽ ഒരു പരിപാടികളിലേക്ക് പുള്ളി പോയി ഹിറ്റ് അടിക്കാൻ പുള്ളിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. എപ്പോഴും കോമ്പിനേഷൻ ആരുടെയെങ്കിലും കൂടെ അല്ലെങ്കിൽ മൾട്ടി സ്റ്റാർ സിനിമയിലൊക്കെ നിന്ന് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് കൈയടി മേടിക്കുക എന്നുള്ള പരിപാടികൾ മാത്രമേ പുള്ളിക്ക് ഇത്ര നല്ല സാധിച്ചിട്ടുള്ളൂ. ഈ സിനിമയിൽ പക്ഷെ പുള്ളി അത്യാവശ്യം നീറ്റായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അനശ്വര രാജനാണ് പേരായിട്ട് വരുന്നത്. പുള്ളിക്കാരിക്ക് സേഫ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണിത്. പുള്ളി ഇതിനു മുമ്പും കുറെ കഥാപാത്രങ്ങൾ ഇതേപോലെ ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരിക്ക് ഈ ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ നൈസായിട്ട് ഹാൻഡിൽ ചെയ്യും. ഇപ്പൊ സൂപ്പർ ശർണിയിലും ഒക്കെ സംഭവിച്ചിട്ടുള്ള പോലത്തെ കഥാപാത്രമാണ്. കുറച്ച് വായാടി തന്റെ അടുത്തിലൊക്കെ പറയും, കുറച്ച് ക്യൂട്ട്നെസ് ഒക്കെ വാരി ഉതറി കുറച്ച് തമാശകളൊക്കെ പറഞ്ഞിരിക്കുന്ന കഥാപാത്രം ഉണ്ടല്ലോ, അത് നൈസായിട്ട് ഹാൻഡിൽ ചെയ്യും. അത് ഇതിലും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവർ തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസുകളുണ്ടല്ലോ, അതെല്ലാം അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. കാര്യം ഇവര് ഒരു ഫുൾ ടൈം ഒരു തന്നെയാണ് സിനിമയിൽ. അപ്പം നമുക്ക് ബോർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങി ഓടാൻ തോന്നും. അങ്ങനൊന്നും തോന്നില്ല. ഇവർ തമ്മിലുള്ള സീൻസും ഇവർ തമ്മിലുള്ള കോൺവെർസേഷൻസും പരിപാടികളും ഒക്കെ നന്നായിട്ട് പോയി. ഇവരെ ഇടയ്ക്കുള്ള ചെറിയ നുറുങ്ങും തമാശകളും ഒക്കെ കാര്യങ്ങളൊക്കെ തിയേറ്ററിൽ അത്യാവശ്യം ചിരി പടർത്തിയ കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവരെ പുട്ടിന് പീരിയിട്ട് കിടക്കുന്ന രീതിയിൽ ഇടയ്ക്കിടയ്ക്കിനെ കുറെ കഥാപാത്രങ്ങളെ ഇവരുടെ ഈ ജേണിയുടെ ഇടയിലേക്ക് കൊണ്ടുവരും. അതിനകത്ത് 2 പോലീസുകാരുണ്ട്. അത്യാവശ്യം വൃത്തിക്ക് ഒരു വെറുപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സെന്റിമെന്റ്സ് കിട്ടാൻ വേണ്ടി 2 കഥാപാത്രങ്ങൾ വരിക. അവസാനം ക്ലൈമാക്സിൽ കരഞ്ഞില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേക്കും പുള്ളി കരയാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ ഇടുക. പലരും സിനിമകളിലൂടെയും ഷോർട്ട് ഫിലിമുകളിലൂടെയും ഒക്കെ പറഞ്ഞിട്ടുള്ള കഥയെ ഒരു വ്യത്യസ്തതയും ഇല്ലാത്ത രീതിയിൽ അതായത് ആക്ടേഴ്സിനെ മാത്രം മാറ്റി വെച്ചിട്ട് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ദീപു കർണാകരൻ വരുന്ന കുറച്ച് സീനുകൾ തിയേറ്റർ ഭയങ്കര ചിരിയായിരുന്നു. കാര്യം പുള്ളി നൈസായിട്ട് ആ കോമഡി ഹാൻഡിൽ ചെയ്തു. വൈഫോടുള്ള കുറച്ച് സീനുകളും ഇന്ദ്രിയത്തുള്ള സീനുകളും ഒരു ടെക്സ്റ്റേഴ്സുള്ള സീനുകളും കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ട് പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്. അത് അടിപൊളി. അതിനൊരു കൈയടി കൊടുക്കാം പുള്ളിക്ക്. അല്ലാതെ മൊത്തത്തിൽ സിനിമ എനിക്ക് തീരെ അങ്ങോട്ട് ദഹിക്കാത്ത സിനിമയാണ്. നേരത്തെ പറഞ്ഞ പോലെ പരാതികളും പരിഭവങ്ങളൊന്നും പറയാനുള്ള ഒരു കഥയോ കാര്യങ്ങളോ സംഭവങ്ങളോ ഒന്നും സിനിമയിലില്ല. ചുമ്മാ തുടങ്ങി ചുമ്മാ അവസാനിക്കുന്ന വളരെ നോർമൽ സിനിമ. ഒരു ഫീലോ ഒരു കാര്യങ്ങളോ ഒന്നുമില്ലാത്ത വെരി 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 നോർമൽ സിനിമ. അപ്പം ഓക്കെ.